പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 27-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ ജീവിപ്പാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 21 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ഇസ്രായേൽ ജനം കാലാകാലങ്ങളിൽ സാഹചര്യമനുസരിച്ച് ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് ദൈവം അവരെ പല വിധങ്ങളിൽ വേദനിപ്പിക്കുകയും മടങ്ങി വരവിന് വേണ്ടി പല വഴികൾ ഒരുക്കുന്നു. അങ്ങനെ 40 വർഷം അവർ വീണ്ടും ഫെലിസ്ത്യരുടെ അടിമത്വത്തിലായി. എന്നാൽ അങ്ങനെ അങ്ങ് തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാലാകാലങ്ങളിൽ ദൈവം അതാത് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. ഇങ്ങനെ ഫെലിസ്ത്യരുടെ കീഴിൽ 40 വർഷത്തോളം അടിമത്വത്തിൽ കഴിയുമ്പോൾ അവരിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടതാണ് ശിംശോന്റെ ജനനവും തുടർന്നുള്ള പ്രവർത്തികളും. നമുക്കറിയാം, ദാൻ ഗോത്രത്തിലെ സോരാധ്യനായ മനോഹ, അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയായിരുന്നു, കുഞ്ഞുങ്ങളില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനാകുകയും ചില കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇത് തന്റെ ഭർത്താവ് അന്നേരം കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു. മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ ദൈവ പുരുഷനെ എന്റെ അടുക്കൽ വീണ്ടും അയച്ച് ഞങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയിക്കണമേ. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. വയലിലിരുന്ന മനോഹയുടെ ഭാര്യയ്ക്ക് വീണ്ടും ദൂതൻ പ്രത്യക്ഷനാകുന്നു. ആ സമയത്ത് തന്റെ ഭാര്യ ഓടി ഭർത്താവിന്റെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ ഈ ദൈവദൂതനോട് മനോഹ ദൈവദൂതനാണെന്ന് അറിയാതെ ഒരു പ്രവാചകനോ ദൈവദാസനോ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഈ ദൂതൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വിവരങ്ങളെല്ലാം പറഞ്ഞ് മനോഹയ്ക്കത് ബോധ്യമായപ്പോൾ മനോഹ പറഞ്ഞു, നീ അല്പം ഇരിക്കണം, ഞാനൊരു കോലാട്ടൻ കുട്ടിയെ കൊണ്ടുവരാം, പാചകം ചെയ്യാം. ഇല്ല, നീ എന്നെ താമസിപ്പിച്ചാലും ഞാനത് ഭക്ഷിക്കുകയില്ല. അങ്ങനെയെങ്കിൽ യഹോവയ്ക്കൊരു യാഗം കഴിക്കുക. അങ്ങനെ കോലാട്ടിൻകുട്ടിയും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഇതാ ദൂതൻ അവിടെ ഒരു അതിശയ പ്രവൃത്തി ചെയ്തു. ഭോജനയാഗത്തിന്റെ യാഗ തീയ ഉയരുമ്പോൾ അതിനോടൊപ്പം ദൂതനും സ്വർഗത്തേക്ക് കരേറിപ്പോയി. അന്നേരമാണ് മനോഹയ്ക്കും ഭാര്യയ്ക്കും മനസ്സിലാകുന്നത്, ഇത് ഒരു സാധാരണ ദൈവപുരുഷനല്ല, മറിച്ച് ദൈവത്തിന്റെ ദൂതനായിരുന്നു ഞങ്ങളോട് ഈ സദ്വാർത്ത അറിയിക്കുവാനായി രണ്ടാമതും കടന്നു വന്നത്. അതൊരു ദൂതനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് ആ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായതും ഇല്ല. 27-ാം തീയതി തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വേദനയും സങ്കടവും
പല വിധങ്ങളിലും നിലകളിലും തലങ്ങളിലുമുള്ള അടിമത്തവും ദീർഘനാൾ നിലനിൽക്കുന്നതല്ല. അത് ദൈവം ദീർഘനാൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല. ദൈവം നിശ്ചയമായും അതിനൊരു പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇസ്രായേൽ ജനം തങ്ങളുടെ ഏക സത്യ ദൈവമായ സർവശക്തനായ ദൈവത്തോട് ചെയ്തതനുസരിച്ച് അവരെ തകർത്ത് കളയേണ്ടതാണ്. എന്നാലും തന്റെ ജനത്തോട് കരുണ തോന്നി കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അവരുടെ ബന്ധനത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. അതേ പ്രിയമുള്ളവരെ, നമ്മളെ എന്നും ശത്രുവിന്റെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല, എന്നും സങ്കടമല്ല, എന്നും വിഷമമല്ല. അതെ, ഇന്ന് നിങ്ങൾ വേദനയിൽ, നിരാശയിൽ, നിന്ദയിൽ, പരിഹാസത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ, ആത്മീക ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവജനമേ, അതിൽ നിന്നൊരു വിടുതലുണ്ട് നിശ്ചയം. അതിനുവേണ്ടി ദൈവം ചിലരെ നിയോഗിക്കും. അത് നമ്മൾ പോലും അറിയുകയില്ല ആരാണ് എന്നുള്ളത്. വേദപുസ്തകത്തിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ ഭവനമായ മമ്രയുടെ തോപ്പിൽ 3 പേരെത്തിയത് ആരെന്നറിയാതെ അവരെ ശുശ്രൂഷിച്ച അബ്രഹാമിനെ മാനിച്ച ഒരു ദൈവമുണ്ട്. എന്റെയും നിങ്ങളുടെയും വിടുതലിന് വേണ്ടി തന്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവം. മനോഹ അറിഞ്ഞില്ല ദൈവത്തിന്റെ ദൂതനാണ് ഈ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വാർത്തയുമായി തന്റെ ഭാര്യയുടെ തന്റെ അടുക്കൽ എത്തിയിരിക്കുന്നതും. അതാ തങ്ങളോട് ഒരു വലിയ വിടുതലിന്റെ സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുന്നതെന്നും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോട് എന്തും ആ ദൂതനിൽ കൂടെ പറഞ്ഞു, അത് നിറവേറ്റുക തന്നെ ചെയ്തു. ഇന്ന് വേദനയോടെ, നിരാശയോടെ, സങ്കടത്തോടെ, വളരെ ജീവിതത്തിന്റെ പ്രതിസന്ധിയോടെ ഈ ദൈവജനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ വേദനയെ മാറ്റുവാൻ, സങ്കടത്തെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം തരുവാൻ തന്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുത്തുവാൻ ദൈവത്തിന് കഴിയും. അതെ, നെബൂഖദ്നേസറിന്റെ തീച്ചൂളക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇതാ ദൈവപുത്രന് സമാനമായി 4-മനെ അയച്ചുവെങ്കിൽ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് തീച്ചൂളയ്ക്ക് സമാനമായ ചില ജീവിത പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ജോലിയിൽ നേരിടുന്ന വിഷയമാണോ? നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ സുപ്പീരിയേഴ്സ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിങ്ങളുടെ ജോലി ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, അവർ നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കാം, സമീപത്തായിരിക്കാം. അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു വലിയ തലവേദനയാണോ? പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഭാരപ്പെടുത്തുന്ന വിഷയം, നിങ്ങളെ വിട്ട് ദൂരെയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചിട്ട് വർഷങ്ങളായി നടക്കാത്ത, ഭാരത്താൽ വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ വിഷമം ദൈവത്തോട് പറയുക. ഒരു ഭവനത്തിന്റെ പണി ആഗ്രഹിച്ചിട്ട് തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അത് പൂർത്തീകരിക്കുവാനോ പണി തുടരുവാനോ കഴിയാതെ വണ്ണം വളരെ പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബമേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കട്ടെ. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിട്ട് സെമിസ്റ്ററുകൾ പിന്നിലാകുന്ന, ഇയറുകൾ പിന്നിലാകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പുതുശക്തി നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന മനപ്രയാസം എന്താണ്? നിങ്ങളുടെ ഭാരം എന്താണ്? നിങ്ങളുടെ വിഷമം എന്താണ്? അതിന്മേൽ ദൈവം തന്റെ ദൂതനെ അയക്കട്ടെ. ബെഥേസ്ദ കുളത്തിങ്കൽ അതാത് സമയത്ത്
കുളം കലക്കുവാൻ തന്റെ ദൂതനെ അയക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്മേൽ അതാത് സമയത്ത് വിടുതലയക്കുവാൻ തന്റെ ദൂതനെ അയക്കട്ടെ. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ മനോഹയ്ക്ക് വേണ്ടിയും മനോഹയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും തന്റെ ദൂതനെ അയച്ച ദൈവം 2024 മെയ് മാസം 27 തിങ്കളാഴ്ച അതിരാവിലെ നമ്മുടെ ഓരോരുത്തരുടെയും വിഷയത്തിനു വേണ്ടി തന്റെ ദൂതനെ അയക്കുവാനും ആ വിഷയത്തിന്മേൽ പരിപൂർണ വിടുതലും വിജയവും നൽകുവാനും നമ്മുടെ കർത്താവ് മതിയായവനാണ്, ശക്തനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഈ വലിയവനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ ആഴ്ച, അതായത് ഈ മെയ് മാസം 31 ചില നിയമപ്രശ്നങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ടോ? കോടതി ഇടപാടുകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടോ? ബാങ്കിലെ ചില ലോൺ ഇടപാടുകൾ നിവർത്തിക്കേണ്ടതായിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയം എന്താണ്? ആ വിഷയത്തിന്മേൽ മനോഹ അറിയാതെ, മനോഹ തിരിച്ചു പോലും മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം തന്റെ ദൂതനെ അയച്ച് വന്ധ്യയായിരുന്ന തന്റെ ഭാര്യയിൽ ഒരു വലിയ വിടുതൽ നടക്കാൻ പോകുന്നുവെന്ന് അറിയിച്ച സദ്വാർത്ത പോലെ ഇന്ന് വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന ദൈവ പൈതലേ, ജീവജലത്തിന്റെ സ്രോതാവേ, നിങ്ങൾക്ക് വേണ്ടിയും ആകാശം ചായ്ച്ചിറങ്ങി ഒരു ദൂതനെ അയക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളും ഈ വചനപ്രകാരം അങ്ങനെ തന്നെ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ, അത് ആരോഗ്യ വിഷയം, മാനസിക വിഷയം, സാമ്പത്തിക വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ജോലി വിഷയം, നിയമവിഷയം, ഏത് വിഷയത്തിന്മേലും തന്റെ ദൂതനെ അയച്ച് വിടുതൽ തരുവാൻ മതിയായവന ആ ദൈവം ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. മനോഹയുടെയും ഭാര്യയുടെയും മുൻപാകെ ദൂതൻ അതിശയം പ്രവർത്തിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുപോലെ ഇന്ന് ജീവജലം ശ്രമിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, ഭവനത്തിൽ വേദനിക്കുന്ന വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് ഒരു വലിയ അത്ഭുതം നടത്തി ദൂതൻ സ്വർഗത്തിലേക്ക് കരേറട്ടെ. അതനുഭവിച്ച് നന്ദിയോടും സ്തോത്രത്തോടും അനേകരുടെ മുമ്പാകെ കർത്താവിനെ സാക്ഷിക്കുവാനും ഉയർത്തുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനവും സന്ദേശവും നമ്മളെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹയുടെ ജീവിതത്തിൽ ദൈവം തന്റെ ദൂതനെ അയക്കുകയും അസംഭവ്യമായ കാര്യം സംഭവിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുകയും അതുപോലെ നടത്തിക്കൊടുക്കുകയും ചെയ്ത ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെയും ജീവിതത്തിൽ വിവിധ വിഷയങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദൂതനെ അയക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ, പ്രവർത്തിക്കുന്ന ദൈവമാ, അത്ഭുതങ്ങളുടെ രാജാവാ. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ അതൊക്കെയും ലഭ്യമാകുമ്പോൾ അങ്ങയെ മറക്കാതെ അങ്ങയെ ഉയർത്തുവാൻ, സാക്ഷിക്കുവാൻ, ഞങ്ങൾ എത്തുന്ന എല്ലായിടങ്ങളിലും അങ്ങയുടെ നാമത്തെ പ്രകീർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം മനോഹയ്ക്ക് മാത്രം സംഭവിക്കുന്നതല്ല, നമുക്ക് ഓരോരുത്തർക്കും ഇന്നും നടക്കുന്നതാണ്. അത് പ്രാർത്ഥിച്ച് നടത്തിയെടുക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ദൈവം തന്റെ ദൂതനെ അയച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ,
വിടുതലയക്കട്ടെ. ഈ ആഴ്ചവട്ടം, ഈ ദിനം ഒരു വലിയ വിടുതലിന്റെ അത്ഭുതത്തിന്റെ ദിനമായി തീർന്ന് കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.